നിലവിൽ മലയാള സിനിമയിൽ ഏറ്റവും മികച്ച ലൈനപ്പുള്ള നടന്മാരിൽ ഒരാളാണ് ഫഹദ് ഫാസിൽ. അക്കൂട്ടത്തിലേക്ക് പുതിയൊരു ചിത്രം കൂടി എത്തുകയാണ്. വൻ പ്രതീക്ഷ നൽകുന്ന കൂട്ടുകെട്ടാണ് പുതിയ സിനിമയുടെ USP. അതിൽ ഒന്നാമത്തേത് ഫഹദ് ഫാസിൽ നായകനാകുന്നു എന്നത് തന്നെയാണ്. രണ്ടാമത്തേത് തമിഴിലെ എണ്ണം പറഞ്ഞ അഭിനേതാക്കളിൽ ഒരാളായ SJ സൂര്യ മലയാളത്തിലേക്ക് ഈ സിനിമയിലൂടെ എത്തുന്നു എന്നതാണ്. മറ്റൊരു ആകർഷണം ബിപിൻ ദാസ് എന്ന സംവിധായകനാണ്. ജയ 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 ഹേ എന്ന ചിത്രത്തിന്റെ സൂപ്പർ ഹിറ്റ് വിജയത്തിന് ശേഷം പൃഥ്വിരാജ്, ബേസിൽ ജോസഫ് കൂട്ടുകെട്ടിൽ ഒരുക്കുന്ന ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമ കൂടി പൂർത്തിയാക്കിയ ശേഷമാണ് ഫഹദിനൊപ്പമുള്ള സിനിമയിലേക്ക് ബിപിൻ ദാസ് എത്താൻ പോകുന്നത്. മാസ് എന്റർടൈനർ ആയിട്ടാണ് ചിത്രം ഒരുങ്ങുന്നത് എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഇതേ ജോണറിൽ തന്നെ ഒരുക്കിയിട്ടുള്ള ഫഹദിന്റെ ആവേശം തിയേറ്ററുകളിൽ കത്തിക്കയറുന്ന സമയത്താണ് പുതിയ അനൗൺസ്മെന്റ് കൂടി വന്നിരിക്കുന്നത്. മലയാളത്തിൽ മാത്രമല്ല തമിഴ്, കന്നഡ, തെലുങ്ക് ഭാഷകളിൽ കൂടിയാണ് ചിത്രം ഒരുങ്ങുന്നത്. സിനിമയുടെ മീറ്റിംഗ് ഹൈദരാബാദിൽ വെച്ച് നടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് SJ സൂര്യ ചിത്രത്തിൽ ഉണ്ടാകുമെന്ന വിവരം ബാദുഷാ സിനിമാസ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത്. ബാദുഷാ സിനിമാസ് ആണ് ചിത്രത്തിന്റെ നിർമ്മാണം. ജിഗർതണ്ഡ XXXലെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസിന് ശേഷമാണ് SJ സൂര്യ അടുത്ത ചിത്രത്തിന് കൈകൊടുത്തിരിക്കുന്നത്. ഏത് വേഷം കൊടുത്താലും അത് ഗംഭീരമാക്കുന്ന ഫഹദും SJ സൂര്യയും ഒരുമിച്ചെത്തുമ്പോൾ ഒരു മത്സര അഭിനയം തന്നെ കാണാൻ സാധിച്ചേക്കും എന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത്. ബിഗ് ബജറ്റിലാണ് ചിത്രം ഒരുക്കുന്നത്. ചിത്രത്തിലെ മറ്റ് താരങ്ങളെയും അണിയറ പ്രവർത്തകരെയും കുറിച്ചുള്ള വിവരങ്ങൾ വരും ദിവസങ്ങളിൽ അറിയിക്കുമെന്ന് നിർമ്മാതാക്കൾ കുറിച്ചിട്ടുണ്ട്. ഈ വർഷം തന്നെ ഷൂട്ടിംഗ് ആരംഭിക്കും. ചിത്രത്തിന്റെ പേര് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. വിവിധ ഭാഷകളിലായി നോക്കിയിട്ടുണ്ടെങ്കിൽ ഫഹദ് ഫാസിലിന്റെ ആരാധകർ കാത്തിരിക്കുന്ന ഏറെ ചിത്രങ്ങളുണ്ട്. പ്രൊഡക്ഷൻ നോക്കിയാലും സ്റ്റാർ കാസ്റ്റ് നോക്കിയാലും സംവിധായകരെ എടുത്താലും വിസ്മയിപ്പിക്കുന്ന ലൈനപ്പാണ് ഫഹദിന്റേതായി ഇനി വരാനുള്ളത്. ആവേശം പുറത്തെത്തി വൻ വിജയമായതോടെ പുഷ്പയുടെ രണ്ടാം ഭാഗത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ കൂടിയാണ് ആരാധകർ. ഓഗസ്റ്റ് 15-നാണ് പുഷ്പ 2 തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. ഭൻവർ സിംഗ് ഷെഖാവത്ത് എന്ന പോലീസ് കഥാപാത്രമായി അല്ലു അർജുന് നേർക്കുനേർ നിന്ന ഫഹദ് ഫാസിലിന്റെ ഈ വേഷം വീണ്ടും സ്ക്രീനിൽ കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ്. പുഷ്പയുടെ ആദ്യ ഭാഗത്തിൽ വളരെ കുറച്ച് സീനുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഗംഭീരമായിരുന്നു ഫഹദിന്റെ പോലീസ് വേഷം. രണ്ടാം ഭാഗത്തിൽ കൂടുതൽ സ്ക്രീൻ ടൈം ഫഹദിന് ഉണ്ടാകും എന്ന സൂചനകൾ മുൻപ് പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ കിടിലൻ പെർഫോമൻസ് ആണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. ചിത്രത്തിന്റെ പ്രൊമോഷൻ വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലുമാണ്. മറ്റൊരു പ്രധാന ചിത്രം രജനീകാന്തിനോടൊപ്പമുള്ള വേട്ടയ്യനാണ്. തലൈവർക്കൊപ്പം ഫഹദ് ഫാസിൽ അഭിനയിക്കുന്നുവെന്ന വാർത്ത കുറെ നാളുകളായി തമിഴകത്തു നിന്നും ഉയർന്നു കേട്ടിരുന്നു. ജയ്ഭീം സംവിധായകൻ TJ ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് വേട്ടയ്യൻ. ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് ചിത്രത്തിന്റെ നിർമ്മാണം. അനിരുദ്ധാണ് സംഗീത സംവിധായകൻ. ഒപ്പം മാമന്നന് പിന്നാലെ ഫഹദ് ഫാസിൽ വടിവേലു ടീം വീണ്ടും ഒന്നിക്കുന്ന ചിത്രവും തമിഴിൽ ഒരുങ്ങുകയാണ്. സുധീഷ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് മാരീശൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. രാമായണത്തിൽ സീതയെ കടത്തിക്കൊണ്ടുപോകാൻ രാവണനെ സഹായിക്കുന്ന മാൻവേഷം കിട്ടിയ അസുരനാണ് മാരീചൻ എന്ന് പറയുന്നത്. അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ടൈറ്റിലിൽ ഒരു മാനിന്റെ തലയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഒരു റോഡും കാണിക്കുന്നുണ്ട്. ഒരു റോഡ് മൂവി ആയിട്ടായിരിക്കും ചിത്രം ഒരുക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സൂചന. സൂപ്പർ ഗുഡ് ഫിലിംസ് നിർമ്മിക്കുന്ന 98ാമത് ചിത്രം കൂടിയാണിത്. ഫഹദിന്റെ ഗംഭീര പ്രകടനം തന്നെയാണ് ഈ ചിത്രത്തിലും പ്രതീക്ഷിക്കുന്നത്. കരാട്ടെ ചന്ദ്രനായിട്ടാണ് മലയാളത്തിൽ ആവേശത്തിന് പിന്നാലെ ഫഹദ് ഫാസിൽ എത്താൻ പോകുന്നത്. ചിത്രത്തിന്റെ പോസ്റ്റർ മാത്രമാണ് ഇതുവരെ പുറത്തുവിട്ടിട്ടുള്ളത്. ഭാവന സ്റ്റുഡിയോസ് നിർമ്മിക്കുന്ന ചിത്രമാണ് എന്നതും പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്ന ഘടകമാണ്. മഹേഷിന്റെ പ്രതികാരം ലെവലിലുള്ള റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന റിപ്പീറ്റ് വാച്ചിങ് വാല്യൂ ഉള്ള സിനിമയായിരിക്കും ഇതെന്നാണ് പ്രേക്ഷക അഭിപ്രായം. ആവേശത്തിനൊപ്പം വർഷങ്ങൾക്ക് ശേഷവും ജയഗണേഷും എത്തിയെങ്കിലും ക്ലാഷ് റിലീസിനിടയിലും വിന്നറാകാൻ ആവേശത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആടുജീവിതവും നിറഞ്ഞ തിയേറ്ററുകളിൽ പ്രദർശിക്കപ്പെടുമ്പോഴും ആവേശത്തിന് ടിക്കറ്റ് ഇല്ലാത്ത അവസ്ഥ തന്നെയാണുള്ളത്. ചെറിയൊരു പ്ലോട്ടിനെ പെർഫോമൻസ് കൊണ്ട് തീയാക്കിയ ഫഹദിന്റെ പേര് തന്നെയാണ് ഈ നേട്ടത്തിൽ എടുത്തു പറയേണ്ടത്. മാനരസങ്ങളിൽ വെറൈറ്റി പിടിക്കാനും കഥാപാത്രത്തിന് വേണ്ടി ശരീരത്തെ മെരുക്കാനും മലയാളത്തിൽ മുൻപന്തിയിലുള്ളത് ഫഹദ് തന്നെയാണെന്ന് മുൻപത്തെ പല കഥാപാത്രങ്ങളിലൂടെയും പ്രേക്ഷകർ അറിഞ്ഞിട്ടുണ്ട്. ഓരോ ചിത്രങ്ങൾ കഴിയുന്തോറും ഫഹദ് കൂടുതൽ വിസ്മയിപ്പിക്കുകയാണ്. അതുതന്നെയാണ് ആവേശത്തിലും കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ചില്ലറ വിളയാട്ടമൊന്നുമല്ല ആവേശത്തിൽ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് പടം കണ്ടിറങ്ങുന്ന പ്രേക്ഷകർ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ടിരുന്നു. വളരെ ചെറിയൊരു കഥയെ തന്റെ സ്വാഗ് കൊണ്ട് എബോ ആവറേജിൽ എത്തിക്കാനുള്ള മിടുക്ക് ഫഹദിനുണ്ട്. അതിനൊപ്പം മറ്റ് അഭിനേതാക്കളുടെ മികച്ച പ്രകടനം, BGM, എഡിറ്റിംഗ് എന്നിവ കൂടി ചേർത്ത് പവർ പാക്ഡ് ഫൺ എന്റർടൈനറായി ആവേശം മാറുകയായിരുന്നു. ഇന്റർവെൽ ബ്ലോക്കും ക്ലൈമാക്സും ഫഹദിന്റെ അഴിഞ്ഞാട്ടം എന്നുകൂടി പ്രേക്ഷകർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. നടക്കപ്പുറത്ത് ഭൂകമ്പം എന്ന ക്യാപ്ഷനുള്ള പോസ്റ്ററുകളുമായിട്ടാണ് ചിത്രത്തിന്റെ വമ്പൻ വിജയം പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ ആഘോഷിച്ചത്. മികച്ച പ്രകടനം മാത്രമേ ഫഹദിൽ നിന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്ന് ചുരുക്കം. കൂടുതൽ സിനിമാ വാർത്തകൾക്കും സിനിമാ ലോകത്തു നിന്നുള്ള പുതിയ വിശേഷങ്ങൾ അറിയാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്തും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.